മുഖത്ത് കരിവാളിപ്പൊക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നല്ല തിളക്കത്തോടെ ഇരിക്കാനും വേണ്ടി ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ. ഈ ഗ്ലൂട്ടോത്തൈൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു ഐറ്റം നിങ്ങൾ ഒരു 1 മന്ത് ട്രൈ ചെയ്താൽ നിങ്ങളുടെ ഡാമേജ് സെൽസ് ഒക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും നല്ല ബ്രൈറ്റ് ആയിട്ട് സ്കിന്നും മാറാനായിട്ട് സഹായിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വലിയ പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുണങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ത് കഴിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞ് കഴിക്കുമ്പോൾ അതിന്റെ ഫലം നമുക്ക് ഇരട്ടിയാവും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ നിങ്ങൾ അതെല്ലാം വായിച്ചു നോക്കണേ. എല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളതെല്ലാം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം തന്നെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഫൈനായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഗ്ലാസ് നമുക്ക് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഡെയിലി ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗമ്മി ഫോമിലാക്കി നമ്മൾ ഒരു 2 എണ്ണം വെച്ചിട്ട് ഡെയിലി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ഗമ്മി ഫോം ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അത് ഈ ഒരു ഐറ്റം അഗർ പൗഡർ ആണ്. അപ്പൊ ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ. ഇപ്പൊ ജ്യൂസ് നമ്മൾ ഒരു സ്റ്റൗവിൽ നമ്മൾ ഒരു പാനിൽ ഇത് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണുണ്ട്. തളയൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ ഇതുപോലെ തളിച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് വരും. അപ്പം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആക്കി വെച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു 1/2 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. ഒരു 1/2 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അതൊരു ജെല്ലി ഫോമായിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് എക്സ്ട്രാ വെച്ച് നോക്കിയാൽ മതി. ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ജെല്ലി ഫോമിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് അവിടെ നിന്ന് എടുക്കാം. കണ്ടോ, ഇപ്പം നല്ല രീതിയിൽ ജെല്ലി ഫോമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് തന്നെ നല്ല രീതിയിൽ ജെല്ലി ഫോമായിട്ട് കിട്ടി. നമുക്ക് ഇത് കട്ട് ചെയ്ത് നമുക്ക് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കൊരു 2 ആഴ്ച വരെ നല്ല സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഡെയിലി ഇതുപോലെ 2 എണ്ണം വെച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഇതിൽ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് സഹായിക്കുന്ന ഐറ്റമാണ്. അപ്പം ഇതുപോലെ നമ്മൾ ചെറിയ സ്മോൾ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അപ്പം ഈ ഒരു എമൗണ്ടിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ട് കഴിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും കഴിക്കണ്ട. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, നമുക്ക് അഗർ പൗഡർ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ഇതേ സെയിം സാധനം തന്നെ നമുക്ക് ക്യൂബായിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ അഗർ പൗഡർ ചേർക്കാതെ നമുക്ക് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബ് നമ്മളൊരു 3 എണ്ണം വെച്ചിട്ട് ഡെയിലി നമ്മളത് ഈ ഒരു ഫോമിൽ കഴിച്ചാൽ മതി കേട്ടോ. ഞാനതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് കേട്ടോ. കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടി നമ്മൾ ആൽമണ്ട് ഗമ്മും അതുപോലെ ചിയാ സീഡും സോക്ക് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവാനാണെങ്കിൽ ഇത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ചെറിയ വാം വാട്ടറിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് അത് ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കണേ. അതും ചേർത്ത് ചെറിയ ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ ഡെയിലി കഴിക്കുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയി കിട്ടാനായിട്ട് നല്ലതാട്ടോ. അത് ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ ഇതും കൂടി നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ ഡ്രിങ്ക്സും നിങ്ങൾ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമൻസ് അറിയിക്കണേ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനി ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.